13 കൊല്ലത്തെ വഅദ്, ഹബീബിന്റെ ദർസ്, ഹബീബിന്റെ ഉത്ബോധനം, ഈമാൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കാര്യം തുടങ്ങിയത്. ഷഹാദത്ത് ആദ്യം തുടങ്ങി. ഇസ്ലാം കാര്യങ്ങളിൽ ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വരുന്നത് ഈമാൻ കാര്യം 13 കൊല്ലം പഠിപ്പിച്ചതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾ പറയാറുള്ളത്, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹി തആല. മരണസമയത്ത് പോലും ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണെന്ന്. അതല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾ മരിക്കുമ്പോൾ ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച്. ലാ യമൂതന്ന അഹദുകും, നിങ്ങൾക്ക് മരണം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടേ മരണപ്പെടാവൂ. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, മരണം അരികത്തെത്തി എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ റബ്ബെനിക്ക് മാപ്പ് തരും, എൻ്റെ അള്ളാഹുവിൻ്റെ തൗബ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബൻ്റെ ദുആ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ എന്നെ സ്വീകരിക്കും എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. എന്നെ റബ്ബ് ശിക്ഷിക്കുമോ, ഞാൻ നരകത്തിലേക്കാണോ, എൻ്റെ ഖബർ അദാബായിരിക്കുമോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, കടന്നു വന്നോളൂ ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവേ. ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. ഇത് പറയുന്ന മലക്കുകളുടെ ആ ഒരു നേരം ആലോചിച്ചു നോക്കൂ. അതാണല്ലോ മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം. മനുഷ്യ ജീവിതത്തിന്റെ നിർണായകമായ സമയം അതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങ് കടന്നു വന്നോളൂ. ഒരിക്കലും നിങ്ങളോട് കോപിക്കാത്ത കാരുണ്യവാന്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ? ഇത് ചോദിച്ചുകൊണ്ടാണ് മലക്കുകൾ മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് അത്രേ. സുബ്ഹാനല്ലാഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആലിമാണ്, ആലിമീങ്ങളുടെ നേതാവാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ഇസ്ലാമിന്റെ ഇൽമുകളിൽ ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം വേണം എന്ന് ആഗ്രഹിക്കലാണ്. ഇൽമിന്റെ അറിവുകളിൽ, ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അതാണത്രേ. അദ്ദീനു അന്നസീഹ. ഇസ്ലാം എന്ന് പറയുന്നത് നസ്വീഹയാണ്. നസ്വീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വഅദ് പറയലാണ്. അല്ല. നസ്വീഹത്ത് എന്ന് പറഞ്ഞാൽ ഉറുദു പറയലാണോ? അതിനങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ ഹദീസിൽ പറഞ്ഞ ഈ നസ്വീഹത്ത് എന്താണ്? എല്ലാവർക്കും നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഓല് തോൽക്കട്ടെ, ഓല് പരാജയപ്പെടട്ടെ, ഓല് നാണം കെടട്ടെ, ഇതൊരു മുഅ്മിന് ചിന്തിക്കാൻ പാടില്ല. അദ്ദീനു അന്നസീഹ. പാപികളായ ആളുകളെക്കുറിച്ച് പോലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കലാണ് ദീൻ. അതാണ് മഅറൂഫുൽ ഖർഖി തങ്ങളുടെ ചരിത്രം നമ്മൾ ഓർക്കാറുള്ളത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചില ശിഷ്യന്മാർ ഇമാം അവറുകളെ നമ്മൾ പറയില്ലേ, ഇങ്ങോട്ട് പൊക്കി പറയാന്ന്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. സാഹിബുൽ മുസ്നദ് 40,000 ഹദീസുകൾ സമാഹരിച്ച വലിയൊരു കിതാബിൻ്റെ ഹദീസിൻ്റെ ജാമിഅ. മഹാനവറുകളോട് ശിഷ്യന്മാർ പറഞ്ഞു, അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഇറാഖുകാരനാണ്, അള്ളാഹിൻ്റെ വലിയായിരുന്നു, സൂഫിയായിരുന്നു. മഅറൂഫുൽ ഖർഖി തങ്ങളുടെ പിന്നാലെ ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് ഔലിയാക്കന്മാർ, മുരീദന്മാർ മഅറൂഫ് തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസൂയ തോന്നൂല. എന്താ അപ്പോൾ അവിടെ കുറേ ആൾക്ക് ആ ദർസിൽ കുറേ കുട്ടികൾ പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് അത്ര വരുന്നില്ലല്ലോ. അപ്പോൾ അത് മനുഷ്യ സഹജമായൊരു ചില തോന്നലുകൾ വരാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് തോന്നിയെന്നല്ലേ ഞാൻ പറയുന്നത്. ചില ശിഷ്യന്മാർ പറഞ്ഞു, ഇമാം അവറുകളെ
മഅറൂഫുൽ ഖർഹി തങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നടക്കുന്നത് കണ്ടില്ലേ? നിങ്ങളെപ്പോലുള്ള അറിവൊക്കെ അത്ര വലിയ ഇൽമുൽ ഹദീസൊന്നും അദ്ദേഹം മുഹദ്ദിസ് അല്ലല്ലോ, ഹാഫിദ് അല്ലല്ലോ. ഹാഫിദുൽ ഹദീസ്, ഖുർആന്റെ ഹാഫിദോ? ഖുർആന്റെ ഹാഫിദീങ്ങളാണെന്ന എല്ലാ മുൻഗാമികളായ ആലിമീങ്ങളും ഖുർആന്റെ ഹാഫിദീങ്ങളാണ്. ഹാഫിദ് അല്ലാത്തൊരു ആലിമിനെ നമ്മുടെ മുൻകാല സലഫ് സ്വാലിഹീങ്ങളിൽ ചിന്തിക്കാൻ കഴിയില്ല. ഒരു ആലിമാണോ ബൈ ഡിഫോൾട്ട് അവർ ഹാഫിദീങ്ങളായിരിക്കും. ഹാഫിദ് അല്ലാത്തൊരു ആലിം ഉണ്ടാവില്ല. അപ്പോൾ മുഹദ്ദിസൊന്നും അല്ലല്ലോ, പിന്നെ എന്താ കുറേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിനേക്കാളും ആളുകളൊക്കെ മഅറൂഫുൽ ഖർഹിയുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഉസ്താദിനൊന്ന് പൊക്കിയതാ. മഹാനവറുകൾ ഉയർന്നെഴുന്നേറ്റു. ആ പൊക്കല് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എൻ്റെ ശിഷ്യന്മാരെ, മഅറൂഫ് തങ്ങളെക്കാളും ഞാൻ വലിയ ആളാണെന്ന് എന്നെ പൊക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ മൂപ്പിച്ച് കയറ്റാണല്ലേ? നിങ്ങൾക്കറിയുമോ, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഹിയുടെ ജീവിതത്തിൽ കിട്ടിയ വിശുദ്ധി, ആ കറാമത്തുകൾ, ആ മഹാന്റെ മഹത്വം, അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്? എനിക്ക് കിട്ടിയതിനേക്കാളും ഒരുപാട് കിട്ടിയ മഹാനല്ലേ അദ്ദേഹം. അദ്ദേഹം വലിയ മുദരിസൊന്നുമല്ല, ശരിയാണ്. ഹദീത്ത് പണ്ഡിതനാണോ? അതുമല്ല, ഒരുപാട് ഹദീത്തുകളൊന്നും പഠിപ്പിച്ചില്ല. പക്ഷേ അള്ളാന്റെ വലിയായിരുന്നു. ആ ഔലിയാക്കന്മാരെത്തിയ മഖാമിലേക്ക് എത്തലല്ലേ ഇൽമിന്റെ ലക്ഷ്യം. ഇൽമു കൊണ്ട് അതല്ലേ കിട്ടേണ്ടത്? അതല്ലേ മഅറൂഫുൽ ഖർഹി കിട്ടിയത്? ആ മഹാനും ഞാനും എവിടെ കിടക്കുന്നു? അദ്ദേഹമല്ലയോ എന്നെക്കാളും മുമ്പിൽ കിടക്കുന്നത് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. മഅറൂഫുൽ ഖർഹി തങ്ങളെ കുറിച്ച് അറിയപ്പെട്ട മുതവാത്തിറായ ഒരു സംഭവമുണ്ട് എന്ന് പറയാമെങ്കിൽ, ദിജ്ലയുടെ ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ ഓരത്തുകൂടെ അങ്ങനെ പോകുമ്പോഴേ, നിങ്ങൾ കേട്ട ചരിത്രമാണ്, നമ്മൾ വാദിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഒരു മഗ്രിബിന്റെ സമയം കുറേ ചെറുപ്പക്കാർ ഒരു സൗറഖിൽ, ഒരു തോണിയിൽ പാട്ടും പാടിയിട്ട് വിളക്കും കത്തിച്ച് ഡാൻസ് ചെയ്ത് കള്ളു കുടിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ പുഴയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ കൂടുതലുള്ള ശിഷ്യന്മാർ മഅറൂഫ് തങ്ങളോട് പറഞ്ഞു, യാ ശൈഖന, ഞങ്ങളുടെ ശൈഖവറുകളെ, ഈ ഇറാഖ്, ഈ ബഗ്ദാദിലെ ഏറ്റവും കുരുത്തം കെട്ട ആളുകൾ മൊത്തം ആ തോണിയിലുണ്ട്. അവരങ്ങ് മുങ്ങിയാൽ ഈ നാട് നന്നാവും. കുരുത്തം കെട്ട മുഴുവൻ ആളുകളും ഈ തോണിയിൽ ഇപ്പുണ്ട്. അതുകൊണ്ട് മഅറൂഫ് തങ്ങളെ, ആ നൗക, ആ ഒരു തോണി, ആ ബോട്ട് ദിജ്ലയുടെ ഓളങ്ങളിലൊന്നും മുങ്ങി താഴാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ, ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറഞ്ഞു. ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ ചൊല്ലാൻ പോവാ. സുബ്ഹാനല്ലാഹ്. മഗ്രിബിന്റെ നേരം അവർ നിസ്കരിച്ചിട്ടില്ല എന്നറിയാം, അവർ കള്ളു കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുടിക്കാതെയാണ്. പക്ഷെ പാട്ടുപാടി നൃത്തം ചെയ്ത് വിളക്ക് കത്തിച്ച് ആനന്ദിക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലൊന്നും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരതൊന്നും ചെയ്യൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ കുരുത്തം കെട്ട ആൾക്കാരാണെന്ന് കൂടുതലുള്ള ആളുകൾ ഉറപ്പിച്ചു. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അല്ലാഹു അലം. മഅറൂഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ഇറക്കാം, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ. ഇന്നി ദാഇം ഫഅമ്മിനു. എല്ലാവരും കൈയുയർത്തി ആമീൻ പറയാൻ നിൽക്കുക. മഅറൂഫ് തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്ത് അവർക്ക് ഇങ്ങനെ ചിരിക്കാൻ അവസരം കൊടുത്തതുപോലെ നാളെ പരലോകത്തും നീ അവരെ സന്തോഷിപ്പിക്കണമേ. ആമീൻ പറയാ വേണ്ടത്. പടച്ചവനെ, എന്തായി പറയേണ്ടത്? മഅറൂഫുൽ ഖർഹി തങ്ങൾ അവർ കള്ളുകുടിയന്മാരായി ജീവിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. പടച്ചവനെ, നാളെ സ്വർഗ്ഗലോകത്തവരെ നീ കൊണ്ടുവരണം, അതിനവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നീ നന്നാക്കണം പടച്ചവനെ എന്നതിൻ്റെ അർത്ഥം. മുക്കി താഴ്ത്തണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരോട് അവരെ നീ രക്ഷപ്പെടുത്തു റബ്ബേ, അവരെ നീ നന്നാക്കി കൊടുക്ക് പടച്ചവനെ. ദുനിയാവിലൊക്കെ ഇങ്ങനെ ചിരിച്ചു നടക്കണ പോലെ നാളെ ആഖിറത്തിൽ ചിരിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമേ. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. ഇതാണ് ഒരു ആലിമിന്റെ മനസ്സ്, ഇതാണ് ഒരു സയ്യിദിന്റെ മനസ്സ്, ഇതാണ് അള്ളാന്റെ ഒരു വലിയിന്റെ മനസ്സ്. അവരാരും ഓരങ്ങ് തോൽക്കട്ടെ, ഓരങ്ങ് മരിച്ചു പോട്ടെ, ഓർക്ക് അങ്ങനെ സംഭവിക്കട്ടെ, ഇങ്ങനെ കുരുത്തക്കേടുണ്ടാവട്ടെ, ഇതൊന്നും ഒരു മുഅ്മിന് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ആദം നബിയുടെ മക്കളിൽ ഓരോരുത്തർക്കും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അവർക്ക് നന്മ വരണം, ഹിദായത്ത് കിട്ടണം എന്ന് ഖൽബ് കൊണ്ട് കൊതിക്കലാണ്. അത് നമുക്ക് എത്ര കണ്ടുണ്ട്, എത്ര കണ്ട് നമ്മളുടെ കീശയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദീനു അന്നസ്വീഹ. അല്ലാഹുവേ നീ നന്നാക്കണേ, ഞാനാണോ ശരി, അവരാണോ ശരി. അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവാണ് തീരുമാനം എടുക്കേണ്ട ആള്. ഞാനോ ശരി, നിങ്ങളോ ശരി. ദലീലുകൾക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ ഹുക്മ പറയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഞങ്ങളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പോകട്ടെ നരകത്തിലേക്ക്, അങ്ങനൊന്നും ഒരു മുഅ്മിന് പറയാൻ കഴിയൂലേ, ചിന്തിക്കാൻ പാടില്ലെന്നാണ്.
അദ്ദീനു അന്നസ്വീഹ. അതുകൊണ്ടാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബദരിയാൻ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു ബദറിൽപ്പെട്ട ബദരിയായ സ്വഹാബിയാണ്, നഖീബിയാൻ നുഖബായിൽപ്പെട്ട സ്വഹാബിയാൻ. മഹാനവറുകൾ അഖബിയാൻ, ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത ഉഹദിയാൻ, ബദരിയുൻ വ അഖബിയുൻ വ ഉഹദിയുൻ. അങ്ങനത്തെ മഹാനാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈപിടിച്ചുകൊണ്ട് ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. എന്ത്? അലസ്സംഇ വത്വാഅ. നബിയേ, അങ്ങ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും നബിയേ, ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇത് ബുദ്ധിയെ പണയം വെച്ചു എന്ന് യുക്തിവാദി പറയും. നമ്മൾ യുക്തിവാദികളോടല്ല വേദ പറയണത്. ആദ്യം യുക്തിവാദികളോട് ഞാൻ പറയാം, നിങ്ങൾ ആരും ഈ വഴിക്കന്നെ വരണ്ട, ഇവരോടൊക്കെ പോയിക്കോ. ഇത് മുഅ്മിനീങ്ങളോടും ഇസ്ലാം വിശ്വസിക്കുന്നവരോടുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് പലരും കാര്യം വെറുതെ ഓരോ എഴുതി വിട്ട് ഏറ്റവും സമയം പോകണ്ട. നിങ്ങളോടല്ല ഈ പറയുന്നത്, നിങ്ങൾ പോയിക്കോ. നിങ്ങളോടല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞ് തിരിയുന്ന ആളുകളോട് സംസാരിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ഇത് മുഅ്മിനീങ്ങളോടാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് സംഅൻ വത്വാഅ. അവിടെ നമ്മുടെ ചിന്തകൾ മാറ്റിവെക്കുകയാണ്. എന്തുകൊണ്ട്? അഖ്ലും മിനൽ ഖാരിജ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഖലിനേക്കാളും പുറത്ത് കിടക്കുന്ന ഒരു അഖൽ നമ്മളുമായി സംവദിക്കാൻ തുടങ്ങിയാൽ അതാണ് വഹി. ആ വഹി വന്നാൽ ഈ അഖൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സംഅൻ വത്വാഅ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു നബിയെ. ഹബീബിനോട് ബൈഅത്ത് ചെയ്തു. സ്വഹാബി പറയാൻ, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ബായഅനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്സംഇ വത്വാഅ. പുണ്യ നബിയേ, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണ്. അങ്ങ് പറയുന്നത് അങ്ങനെ കേൾക്കുകയും അങ്ങനെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് റബ്ബേ ഞങ്ങൾ. നബിയേ, ഞങ്ങൾ ഫിൽ ഉസ്രി വൽ യുസ്രി, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും നബിയേ, അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കും നബിയേ, അനുസരിക്കും. വൽ മൻശതി വൽ മക്റഹി, ഞങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിന് വിഷമമുള്ള സമയമാണെങ്കിലും ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നബിയേ ഞങ്ങൾ അനുസരിക്കും, റസൂലേ ഞങ്ങൾ അനുസരിക്കും. വഅലാ അസറത്തിൻ അലൈനാ, നബിയേ അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന വിഷയമാണെങ്കിൽ പോലും, ഞങ്ങളെ നോക്കാതെ ഞങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ പോലും നബിയേ ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിക്കും നബിയേ. പിന്നെ പറഞ്ഞു, വഅലാ അല്ലാ നുനാസിഅൽ അംറ അഹ്ലഹു, നിങ്ങൾ ഒരാളെ നേതാവായി നിശ്ചയിച്ചാൽ, ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിച്ചാൽ, നിങ്ങളുടെ നേതാവും ഖായിദുമായി നിശ്ചയിച്ചാൽ പിന്നെ അവരോട് തർക്കിക്കാൻ പോകരുത്. ആ നേതൃത്വത്തെ പഴിചാരി പറയരുത്. നേതൃത്വത്തെ നിങ്ങൾ മോശമാക്കരുത്. ഒരു ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഇല്ലായ്മ ചെയ്യരുത്. വഅലാ അൻ നഖൂല ബിൽ ഹഖ് ഹൈസുമാ കുന്നാ, ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കൂ. ന്യായവും സത്യവും അദലും നീതിയും എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഉണ്ടാവുക. ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യാം, ഭാര്യ തെറ്റ് ചെയ്യാം, ഭർത്താവ് തെറ്റ് ചെയ്യാം, വാപ്പൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം, ഉമ്മൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം. നമ്മൾ ന്യായത്തിൻ്റെ കൂടെയാണ്. അമ്മയുടെ വാപ്പയുടെ ഒക്കെ സ്നേഹം അവിടെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ന്യായം ന്യായമായിട്ട് അംഗീകരിക്കും. എൻ്റെ അമ്മ ചെയ്തതൊക്കെ ശരിയാണ്, എൻ്റെ ഭാര്യ ചെയ്തത് മുഴുവൻ ശരിയാ, എൻ്റെ മകൻ ചെയ്തത് മുഴുവൻ ശരിയാ. അങ്ങനൊരു ശരി ഇസ്ലാമിലില്ല. അത് ഹക്കാണോ അതിലാണോ ഖിസ്താണോ ഒക്കെ ഇല്ലേ, നമ്മൾ നന്മയുടെ കൂടെയാണ്. വഅല്ലാ നുനാസിഅൽ അംറ കുല്ലഹു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. സ്വഹാബികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഹദീസുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ടത്, ഇത് എൻ്റെ അഖലാണ്, എൻ്റെ തല. അത് വഹ്യും മിനദ് ദാഖിൽ, പുറത്തുനിന്ന് വരുന്ന വഹയ്, ഖുർആനും ഹദീസും ദീനിൻ്റെ ശഈറത്തുകളും ശരീഅത്തുൽ ഇസ്ലാം. അത് അഖ്ലുൻ മിനൽ ഖാരിജ്, അത് മറ്റൊരു അഖലാണ്. അത് പുറത്തുനിന്ന് വരുന്ന അഖലാണ്, അത് മറ്റൊരു ബുദ്ധിയാണ്.
ആ ഖാരിജിലെ ബുദ്ധിയെ വഹ്യെന്ന്, ഇത് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ അൽ വഹ്യു അഖ്ലും മിനൽ ഖാരിജ് വൽ അഖ്ലു വഹ്യും മിനദ് ദാഖിൽ. ഗസാലി ഇമാം അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത്. എത്ര വലിയ ആഴമേറിയ അറിവുകളുടെ വാക്കുകളാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടേത്. യാ അല്ലാഹ്. ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു കാന യുസമ്മ ബിയൂസുഫി സ്വഹാബ. സ്വഹാബാക്കളിലെ യൂസുഫ് നബി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. വലിയ സൗന്ദര്യമുള്ള സ്വഹാബിയായിരുന്നു ജരീർ ഇബ്നു അബ്ദില്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു. കുറച്ച് ഹദീസുകളാണ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു വഫദിൻ്റെ കൂടെ വന്നതാണ്. ആ രംഗമൊക്കെ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ചെന്നതും കൂടുതൽ ആൾക്കാരൊക്കെ ഒട്ടപ്പുറന്ന് ഓടി മദീന പള്ളിയിലേക്ക് ഓടി. മഹാനായ ജരീർ എന്നവർ കുളിക്കാൻ പോയി, വൃത്തിയായി ഡ്രസ്സ് മാറി, സുഗന്ധമൊക്കെ പൂശിയിട്ട് നബി തങ്ങളെ കാണാൻ വന്നു. ബാക്കിയെല്ലാവരും ഓടി. ആദ്യം തന്നെ മദീനത്തേക്ക് എത്തിയപ്പോൾ അവർ ഓടി മദീന പള്ളിയിലേക്ക്. ഈ സുഹാബി ഇങ്ങനെ ഒറ്റക്ക് സുമുഖനായി കുളിച്ച് വൃത്തിയായി വരുന്നത് കണ്ടപ്പോൾ ആ സുഹാബി ഇഷ്ടപ്പെട്ടുകൊണ്ട് നബി തങ്ങൾ യാ ജരീർ മഹാനായ ജരീർ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതും മഹാനവറുകൾ ആ സ്വഭാവത്തെ നബി തങ്ങൾ പുകഴ്ത്തിയതുമൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയാൻ ഈജിപ്തിലല്ല, മഹാനവറുകൾ അമീറായി ജോലി ചെയ്തിരുന്ന സമയം മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ അമീറായിരുന്ന നാട്ടിൽ മുഗീറ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മുഹാജിറായ സ്വഹാബിയാണ് മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു. മുഹാജിറാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ്. അങ്ങനെ മുഗീറ തങ്ങളുടെ നാട്ടിൽ ഒരു നേതാവ് മരണപ്പെട്ടപ്പോൾ അടുത്തത് ആരാണ്? വലിയ വിഷയമായി, വലിയ ചർച്ചയായി, ബഹളമായി, ബുദ്ധിമുട്ടായി. ആ സമയത്ത് ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ആ നഗരത്തിലുണ്ട്. മഹാനവറുകൾ മിമ്പറിലേക്ക് കയറി ചെന്നു. ഫസഇദൽ മിമ്പർ ഫഖാമ ഖതീബൻ. അവരുടെ മുമ്പിൽ ഖുതുബ നിർവഹിക്കുകയാണ് ജരീർ തങ്ങൾ. അവിടുത്തെ നേതാവ് മരിച്ചിരിക്കുകയാണ്, പുതിയൊരു നേതാവ് വന്നിട്ടില്ല. അപ്പോഴേക്കും ആര്, ഞാൻ, നിങ്ങൾ, അവരെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുകയാണ്. അതൊരു ബഹളത്തിലേക്ക്, ഒരു ഫിത്നയിലേക്ക്, ഉമ്മത്തിനൊരു നേതാവില്ലാത്ത അവസ്ഥ വരുമോ എന്ന് പേടിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ നേരെ മിമ്പറിലേക്ക് കയറി ചെന്നു. മഹാനവറുകൾ അയ്യുഹന്നാസ്, ജനങ്ങളെ, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന ഹത്താ യഅതിയകുമുൽ അമീർ ഫഇന്നമാ യഅതീകും അൽആൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വബിസ്സകീന, ശാന്തമായിരിക്കണം. ഇതൊരു നേതാവ് പറഞ്ഞാൽ അനുയായികൾ ശാന്തമായി ഇരിക്കണം. പിന്നെയും ഫേസ്ബുക്കിൽ എഴുതുക, അത് ചെയ്യരുത്. ഒരു നേതാവിൻ്റെ വാക്കിന്, ഒരു ആലിമിൻ്റെ വാക്കിന്, ഒരു സയ്യിദിൻ്റെ വാക്കിന്, നമ്മുടെ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക എന്ന് പറഞ്ഞത് അദബുകളിൽപ്പെട്ട വലിയൊരു അദബാണ്. ഇൽമ് അമലില്ലെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടുന്ന, അദബില്ലെങ്കിൽ രക്ഷപ്പെടുക പ്രയാസമാണ്. അപ്പം നമ്മൾ ഖലീലുൽ അദബായി മാറുന്ന ഒരു പ്രശ്നം വല്ലാണ്ട് കാണുന്നുണ്ട്. വേദന കൊണ്ട് പറയാൻ, അലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തമായിരിക്കണേ, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്, അത് ആരായിരുന്നാലും. അലൈക്കും ബിസ്സകീന. എന്തൊരു മനോഹരമാണ് നമ്മുടെ ദീൻ, എന്തിനൊക്കെയാണ് മാതൃകകൾ. യാ അയ്യുഹന്നാസ് അലൈക്കും ബിത്തിഖാഇല്ലാഹ്. ജനങ്ങളെ, ഒരു നേതാവ് മരിച്ചിരിക്കുന്നു. മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു ഇവിടെ മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയല്ലിൻ. നിങ്ങൾ നിങ്ങളുടെ പോരിശ പറഞ്ഞിവിടെ അടിപിടി ഉണ്ടാക്കല്ലിൻ. ഞങ്ങളാണ് അവകാശികൾ, ഞങ്ങളാണിത് ചെയ്യേണ്ടത്, ഞങ്ങൾക്കാണിതിൻ്റെ യോഗ്യത, ഇതൊന്നും പറയല്ലിൻ. അലൈക്കും ബിത്തിഖാഇല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ. പടച്ചവൻ കേൾക്കുന്നില്ലയോ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? വബിസ്സകീന, ശാന്തമാവിൻ. ഹത്താ യഅതിയകും അമീറുക്കും, നിങ്ങൾക്ക് അമീർ, മുഗീറ തങ്ങൾ മരിച്ചതിന് ശേഷം വരേണ്ട അമീർ ഇപ്പൊ വരും. ഇന്നഹു യഅതീകുമുൽ ആൻ ഫഇന്നമാ യഅതീകുമുൽ ആൻ. ഇപ്പൊ വരും, നിങ്ങളൊന്ന് ശാന്തമായിരിക്കണേ. ജനങ്ങൾ മുഴുവൻ ശാന്തമായിരുന്നു. മുഗീറ തങ്ങൾ മരിച്ചു കിടക്കുകയാണ് അവിടെ. ഇസ്തഅഫൂ ലി അമീരിക്കും, നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഗവർണറായ മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കിൻ.
പടച്ചവനെ ഞങ്ങളുടെ നേതാവിനെ പുറത്തു കൊടുക്കണേ എന്ന് പറയും. ഫഇന്നഹു കാന യുഹിബ്ബുൽ അഫ്വ, അദ്ദേഹം ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നു. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തിരുന്ന ആളാ. അള്ളാഹുവിനോട് പറയും നിങ്ങളുടെ നേതാവിന് മാപ്പ് കൊടുക്കണേ എന്ന് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അയ്യുഹന്നാസ്, ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. അല്ലയോ ജനങ്ങളെ, ഇന്നി അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബായിഉഹു അലൽ ഇസ്ലാം. പുണ്യനബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഹബീബിന്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ വന്ന നിവേദക സംഘത്തിൻ്റെ കൂടെ ഞാനും മദീനയിലെത്തി റസൂലുള്ളാഹി തങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുകയും ഹബീബിന്റെ കൈപിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള മോഹം കൊണ്ട് ഞാൻ മദീന പള്ളിയിലേക്ക് ഓടി വന്നത് ഓർക്കുകയാണ്. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവട്ടെ എന്ന് ഹബീബായ നബി തങ്ങളോട് ഞാൻ പറയുകയും, നോക്കണം, ഞാൻ ഹബീബിനോട് ആവശ്യപ്പെടുക, തങ്ങളെ എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരൂ, ഞാൻ മുസ്ലിമാവട്ടെ എന്ന്. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് വേണമെങ്കിൽ എന്തു പറയാം? ആയിക്കോട്ടെ, സന്തോഷം, ഒരാളും കൂടെ എണ്ണം കൂടല്ലേ. മദീനയിൽ ഹബീബിന്റെ അനുയായികളിലേക്ക് ഒരാളല്ല 100-ലേറെ ആളുകൾ ആ വഫദിൽ വന്നിട്ടുണ്ട്. ആ സംഘത്തിൽ അതിൽപ്പെട്ട ആളാണ് ജരീർ തങ്ങള്. അവിടെ വേറൊന്നും പറയാണ്ടവരെ സ്വീകരിച്ചാൽ മതി. പക്ഷേ പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുന്നത് ശരി തന്നെയാണ്, നല്ല കാര്യമാണ്, അതിനപ്പുറം ഇനി വേറൊരു കാര്യം പറയാനില്ല. പക്ഷേ ഫശറത അലയ്യ, എന്നോട് പറഞ്ഞു, അന്നുസ്ഹി ലികുല്ലി മുസ്ലിം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണെന്നും ആ റബ്ബിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരോടും വന്നുസ്ഹി, അവർക്കെല്ലാം നല്ലത് വരണമെന്ന് ജരീറെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അത് ഓർത്തിട്ട് മതി നിങ്ങൾ മുസ്ലിമാവൽ. നിങ്ങൾ മുസ്ലിമായാൽ ഈ ചിന്ത എപ്പോഴും കൊണ്ടു നടക്കണം. അതിന് പറ്റുമോ? അതിന് പറ്റുമോ? പറ്റും നബിയേ, ഞാനത് ചെയ്യാം. മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യനാന്ന് വിചാരിക്കുക, അവനൊരു മുസ്ലിമായ ഉമ്മാക്കും വാപ്പാക്കും പിറന്നു, ഓൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, ഹുക്കുമെന്താ? അവൻ കാഫിറാവോ? അവൻ ആസുയാണ്, അവൻ തെറ്റ് ചെയ്ത മനുഷ്യനാ. മുസ്ലിമല്ലേ? മുസ്ലിമാണ്. ഇവന് അവൻ പറയണം ഞാൻ എക്സ് മുസ്ലിമാണ്, ഞാൻ പോയിട്ടുണ്ട്, അവിടെ പിന്നെ തീർന്നു. നിഷേധിക്കാത്ത കാലത്തോളം അവൻ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല എന്നൊക്കെ ശരിയാണ്, സർവ്വ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ്. മരിച്ച മയ്യത്ത് നിസ്കരിക്കണ്ടേ? എന്താ ഹുക്മ്? മയ്യത്ത് നിസ്കരിക്കണം. എന്തേ? ഫഹുവ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ. വഹിസാബുഹു അലല്ലാഹ്, ആള് രക്ഷപ്പെടില്ലേ, അത് അള്ളാഹിന്റെ അടുത്തുള്ള കാര്യം, നമ്മൾ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ആള് മുസ്ലിമാണോ? മുസ്ലിമാണ്. ആ മനുഷ്യന് പോലും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം. പടച്ചോനെ, അവനെ നീ സ്വീകരിക്ക റബ്ബേ, അവന് ഹിദായത്തിന്റെ വഴി നീ കൊടുക്കു പടച്ചോനെ, അവനെ നീ സ്വീകരിക്കണേ, അവനെ നീ പൊരുത്തപ്പെടണേ റബ്ബേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? എങ്കിൽ നമ്മൾ ഒന്നാം തരം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഷിആർ എന്ന് പറയുന്നത് ഈ നസ്വിഹത്താണ്. ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ്. ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറി എന്താവും? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ അവർ വെറുപ്പ്. നസ്വിഹത്ത് വേണമെന്നാ പറഞ്ഞത്. പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ. പിശാച്ച് നമ്മളെ എടുത്ത് റാഞ്ച് കൊണ്ടുപോകും. ദീൻ അവിടെ വെച്ചിട്ട് വേറെന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും. മഅദല്ലാഹ് വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഓരോ മുസ്ലിമിനും നന്മ വരണം എന്നാഗ്രഹിക്കണം. എന്നിട്ട് മഹാനായ ജരീർ തങ്ങൾ പറയാ, തങ്ങളോട് ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ ഒരുക്കമാണ് റസൂലേ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ. അപ്പോഴാ തങ്ങൾ കലിമ ചൊല്ലി കൊടുക്കുന്നത്. വന്നുസ്ഹി ലികുല്ലി മുസ്ലിം. മഹാനവറുകൾ പറഞ്ഞു, വറബ്ബി ഹാദൽ മസ്ജിദ്, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന ഈ മസ്ജിദിനെ തന്നെയാണ് സത്യം. വറബ്ബി ഹാദൽ, ഈ മസ്ജിദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നി ലക്കും ലനാസിഹ്, ഞാൻ നിങ്ങൾക്ക് ഗുണമുദ്ദേശിച്ച് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ശാന്തമായിരിക്കുന്നെന്ന് പറഞ്ഞത്. ഇവിടെ അടിപിടി ഉണ്ടാവരുത്, മുസ്ലിം ഉമ്മത്ത് തമ്മിലടിക്കരുത്, ഇവിടെ പരസ്പരം ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥ വരരുത്, നിങ്ങളൊക്കെ നന്നാവണം.
അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ എൻ്റെ റസൂലുള്ളാഹിക്ക് വാക്കുകൊടുത്തതാണ്, ഈ ഉമ്മത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ അടിപിടി ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പള്ളിയിലെ മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. ഇവിടെ അമീറില്ല എന്ന് വിചാരിച്ച്, നേതാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണോ? അടങ്ങിയിരിക്കണം, ശാന്തമാകണം, അള്ളാഹിനെ പേടിച്ചോളൂ എന്ന് ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മഹാനായ യൂസുഫ് സ്വഹാബ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഇത് ബേസിക്കാണ്. അടിസ്ഥാനം തറയല്ലേ, പിന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ കെട്ടണം, ഇത് തറയായിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ റുക്കുനുകൾ 5 റുക്കുനുകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഷഹാദത്തും അത് പില്ലറാണ്, റുക്കുനുകളാണ്. പില്ലറുണ്ടായാൽ പാർക്കാൻ പറ്റുമോ? അതിന് ചോറ് വേണം, ഫർണിച്ചർ വേണം, പെയിൻറ് വേണം, ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാനുള്ളതാണ്. ഇത് അടിസ്ഥാനമാണ്, അതിൻ്റെ അസാസാണിത്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള വലിയൊരു ദൗത്യം, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമുണ്ട്. ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഓൻ പുറത്ത്, ഇവൻ പുറത്ത്, ഈ പുറത്തൊക്കെ നല്ലത് അകത്തേക്ക് നമ്മൾ എത്ര പേര് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാം, നമ്മൾ എത്ര പേര് അകത്തേക്ക് കൊണ്ടുവരുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ ഒരാളുടെ കൂടെ ഒരാളെങ്കിലും ഒരാളെ അഹ്ലുസുന്നയുടെ അഖീദയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ, ഒരാളെ ഞാൻ നന്നാക്കി കൊണ്ടുവരട്ടെ എൻ്റെ കൂടെ. ആ മഹാസംഗമത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു 10 പേരെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ശപഥം ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ഗുണംകാംക്ഷിക്കലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല, പുറത്താക്കലല്ല. ഇത് പോയി ഇത് പുറത്തില്ല, പിന്നെ ആരുണ്ടാവും അവിടെ? നമ്മൾ അകത്തേക്ക് ദഅവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാണ് ദഅവത്ത്. വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദഅവ. ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക്, സമസ്തയിലേക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളാകുന്നത്. തങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസ്വീഹത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ വേണം. ഇതൊക്കെ നമ്മൾ ഹദീസിൽ കിടക്കും ചെയ്യുക, നമ്മൾ വേറെ ഏതോ ലോകത്തോടും ചെയ്യുക. ഇതെന്ത് കാര്യം? നമ്മളിലാണിത് വേണ്ടത്. അലൈക്കും ബിൻ നസ്വീഹ, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ ഈ വാക്കുകളെ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ, അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ, അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആലിമീങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു, ആലിമീങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു. അവര് ഈ ഉമ്മത്തിന് വേണ്ട ദൗത്യങ്ങൾ അവർ നിർവഹിക്കുകയും ചെയ്തു. ഷാമിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു സ്വഹാബിയുണ്ട്, അബൂ മറിയം റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ അബൂ മറിയമിൻ്റെ വാപ്പ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞത്തുള്ള ഒരു ഒറ്റ സ്വഹാബി ഉണ്ടായിട്ടുള്ളൂ എന്ന്, അബൂ മറിയം. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലാണ്. അബൂ സുഫിയാൻ തങ്ങളുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, വാപ്പയും സ്വഹാബിയാണ്, മോനും സ്വഹാബിയാണ്. ഷാമിലേക്ക് മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏകദേശം എന്തായാലും ഒരു 1500 മുതൽ 2000 കിലോമീറ്റർ യാത്ര ചെയ്യണം. 2000 കിലോമീറ്റർ ആലോചിച്ച് നോക്കി. അബൂ മറിയം റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായിരുന്ന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഷാമിലേക്ക് യാത്ര പുറപ്പെട്ടു. ഷാമിലേക്ക്, ഇന്നത്തെ സിറിയയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക്, ഡമസ്കസിലേക്ക്. മാ അസ്അദനാ ബിക യാ അബാ മറിയം, അബൂ മറിയമേ നിങ്ങൾ വന്നതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട് എനിക്ക്. ആ സ്വഹാബി കടന്നു വരികയാണ്. ആരുടെ അടുത്തേക്ക് വരുന്നതെന്നറിയോ? അന്നത്തെ ഖലീഫയുടെ മുമ്പിലേക്ക്. മാ അസ്അദനാ ബിക യാ അബാ മറിയം, അബൂ മറിയമേ നിങ്ങൾ വന്നതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട്. എന്താ നിങ്ങൾ നമുക്ക് കൊണ്ടുവന്ന വിശേഷം? എന്താ നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? എന്ത് നല്ല വാർത്തയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ മറിയം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസുൻ സമിഅതുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ നൽകുന്നത് എൻ്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസാണ്. ഈ ഹദീസ് പറയാനാണ് ഈ 2000 കിലോമീറ്റർ യാത്ര ചെയ്തത്. ആലോചിച്ച് നോക്കി. അതുമാത്രമല്ല, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചായ പോലും കുടിക്കാതെ അവിടെ ഇറങ്ങി പോരുകയും ചെയ്തു.
മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെങ്ങാനും അധികാരം കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും ചില താൻപോരിമയോ അധികാരത്തിന്റെ ദുർവിനിയോഗമോ മനസ്സിൽ വരാം. അങ്ങനെ ഒരു ചിന്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന് വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതൊരു ഗുണകാംക്ഷിക്കലാണ്, അതൊരു നസ്വിഹത്താണ്. ഒരു മനുഷ്യന് നന്മ വരണം, അധികാരത്തിന്റെ ആ ഒരു പ്രസരിപ്പിൽ എന്തും ചെയ്യാമെന്ന തോന്നലൊന്നും വന്നു പോകരുത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് അതാ സംഭവിച്ചത്. മുആവിയ തങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വന്ന സ്വഹാബിയാണ് അബൂ മറിയം റളിയല്ലാഹു അൻഹു. എന്താ കൊണ്ടുവന്നത് മദീനയിൽ നിന്ന് എന്ന് ചോദിച്ചു. അജ്വ ഈത്തപ്പഴമല്ല, മക്കത്ത് നിന്ന് സംസം കൊണ്ടുവന്നിട്ടില്ല, ആകെയുള്ളത് ഒരു ഹദീസാണ്. യാത്ര നടന്നു പോവാണ്, ഒട്ടകപ്പുറത്തും കാൽനടയായും ഷാം വരെ നടന്നെത്തിയ അബൂ മറിയം റളിയല്ലാഹു അൻഹു. ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസാണ്. ആ ഹദീസാണെങ്കിലോ ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആ ആണ്. അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എൻ്റെ അനുയായികളിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ അനുയായികൾക്ക് നേതാവായി ഭരണാധികാരിയായി നേതൃത്വത്തിലേക്ക് കടന്നു വരികയും എന്നിട്ട് തൻ്റെ പ്രജകളോട്, തൻ്റെ ആളുകളോട് മാന്യമായി ദയാവായ്പോടുകൂടെ കാരുണ്യത്തോടുകൂടെ സ്വന്തം പ്രജകളോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയോട് അല്ലാഹുവേ നീയും ദയകായി കാണിക്കണമേ, നീയും കരുണ ചെയ്യണമേ, നീയും ദയാവായ്പ കാണിക്കണമേ. വമൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. എൻ്റെ ഉമ്മത്തികളുടെ അധികാരം ഏറ്റെടുക്കുകയും എൻ്റെ ഉമ്മത്തികൾക്ക് വിഷമമുണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭരണാധികാരിക്ക് നീ വിഷമമുണ്ടാക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത ആ ഒരു ഹദീസ് മുആവിയ തങ്ങളെ, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോയത് ഈ ഹദീസ് കേൾപ്പിച്ചു കൊടുക്കാൻ. കാരണം അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് പറഞ്ഞിട്ട് പേടിപ്പിക്കും? കോടതി നിങ്ങൾക്കെതിരെന്ന് പറയാൻ പറ്റുമോ? എന്ത് നമ്മുടെ നാട് ആലോചിക്കുന്നില്ലേ? അധികാരം കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ എന്തും അവരെന്ത് പറഞ്ഞിട്ട് പേടിപ്പിക്കുക? അതുകൊണ്ട് റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശ ലോകങ്ങളുടെ അധിപനായ പടച്ചവൻ, ജനനവും മരണവും നിയന്ത്രിക്കുന്ന പടച്ചവൻ, അധികാരത്തിന്റെ ചെങ്കോൽ, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആർക്കാണ് യഥാർത്ഥ അധികാരം എന്ന് അല്ലാഹു ചോദിക്കുന്ന നേരമുണ്ട്. ഭൂമിയിലുള്ളവരൊക്കെ മലിക് അധികാരികളാണെന്ന് പറഞ്ഞവരാണ്. പക്ഷേ അതൊക്കെ ഒരുതരം തശ്ബീഹാൻ, അല്ലെങ്കിൽ അതൊക്കെ ഒരുതരം മെറ്റഫോർ, അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. അധികാരം ആർക്കാ? ലില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആ റബ്ബ് നിങ്ങളെ പിടിക്കും മുആവിയ എന്ന് പറയുന്നൊരു സന്ദേശമല്ലാതെ ഒരു ഖലീഫയെയും ഒരു ഭരണാധികാരിയെയും നിയന്ത്രിക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് അബൂ മറിയം തങ്ങൾ തീരുമാനിച്ചു മുആവിയ തങ്ങളോട് ഈ ഹദീസ് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. എന്നിട്ട് ചെരുപ്പും കയ്യിൽ പിടിച്ച് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഭക്ഷണമൊന്നും കഴിക്കണില്ലേ? ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാ മദീനയിൽ നിന്ന്. എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു, ഞാൻ പോവുകയാണ്. എനിക്ക് സമ്പത്തും വേണ്ട, സമ്മാനവും വേണ്ട എന്ന് പറഞ്ഞ് മുആവിയ തങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഹാനായ അബൂ മറിയം റളിയല്ലാഹു അൻഹു. എന്തേ? നമുക്ക് ഒരു മുസ്ലിമിന് തിരിഞ്ഞു നടക്കാൻ അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലേ നടക്കുകയുള്ളൂ. പടച്ചവനെ പറഞ്ഞാൽ ഒരു മുസ്ലിം അനുസരിക്കും. അള്ളാഹ്ക്കിത് ഇഷ്ടമല്ല നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അവിടെ അത് നിർത്തണം. അതല്ലേ നമ്മുടെ ദീൻ എന്ന് പറയും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. പടച്ചവനെ പറഞ്ഞിട്ട് ഒരു കൂസലില്ലാത്ത ആളുകൾ എന്ത് ദീനീ പ്രവർത്തനം? അള്ളാഹുവിന് ഇത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തണം. ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് എന്നറിയുമ്പോൾ അത് നമ്മൾ ചെയ്യണം. ഇതാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അതല്ലേ നമ്മുടെ നിയന്ത്രണം? അതല്ലേ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഇടയിലുള്ള ഫാസിൽ കലിമത്തുല്ലാഹ് വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ من ولي من أمر أمتي شيئا فرفق بهم فارفق به ومن ولي من أمتي شيئا فشق عليهم فاشفق عليه. ഇങ്ങനെ ഒരു സാരോപദേശം മഹാനായ മുആവിയ തങ്ങൾക്ക് നടത്താൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര ചെയ്തു പോയ
അബൂ മറിയം റളിയല്ലാഹു തആല അൻഹു, അബൂ മറിയം റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാർ ചെയ്യുന്ന ദൗത്യമാണത്, പണ്ഡിതന്മാരുടെ ദൗത്യമാണത്. അവര് നന്മ നിലനിർത്താനും തിന്മകളെ ഉച്ചാടനം ചെയ്യാനും വേണ്ടി നിലനിൽക്കുന്നവരാണ്. ബിദ്അത്തിനെതിരെ, ദീനിൽ കടത്തിക്കൂട്ടുന്ന, ദീനിലില്ലാത്ത വിഷയങ്ങൾ. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നമ്മളത് അൽ ബിദ്അത്ത് ബിദ്അത്താൻ, ഇത് ഫുഖഹാക്കൾ പറഞ്ഞ വിഷയമാണ്. ഇതിൽ നമ്മൾ ആരും തർക്കിച്ചിട്ട് കാര്യമില്ല. അൽ ബിദ്അത്ത് ബിദ്അത്തുൻ ഹസനത്തുൻ വ ബിദ്അത്തുൻ സയ്യിഅ. ഇമാം ഷാഫിഈ തങ്ങൾ അങ്ങനെ അതിനെ നിർവചിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ, മഹാന്മാരായ പണ്ഡിതന്മാർ, മാലിക്കി മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, ഹംബലി, ഹനഫി, ഷാഫിഈ എല്ലാവരും അൽ ബിദ്അത്ത് ബിദ്അത്താൻ. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയില്ല കുല്ലു ബിദ്അത്തിൻ ളലാല. എന്താ ചെയ്യുക? ആ ഹദീത്ത് മഖ്സൂസാണ്, ആമുൻ മഖ്സൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റേക്ക് മനസ്സിലാവില്ല. എന്താണ് ഇതിൻ്റെ ഫുൾ അർത്ഥം വെച്ചിട്ട് മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് പഠിക്കുക. ആ പറഞ്ഞ ഹദീത്തിൻ്റെ മദ്ലൂൽ ആ കാണുന്ന പോലെയല്ല, അത് ആമല്ല, അത് ഖാസാണ്. എല്ലാ പുതുതായി ഉണ്ടാകുന്നതും എന്തല്ല, സയ്യിഅത്തായ മോശപ്പെട്ടതല്ല. ഖുർആൻ ജംഅ് ചെയ്തത് അങ്ങനെയാണ്. ഖുർആൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാ. തങ്ങൾ ചെയ്തിട്ടുണ്ടോ, തങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഖുർആൻ അങ്ങനെയല്ലേ ഉള്ളത്. ഒരു ഏറ്റവും അബ്സത്തായ ഉദാഹരണം. അതുകൊണ്ട് എല്ലാ പുതുതായി ഉണ്ടായതും മോശമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറയുമ്പോഴും കുല്ലു ബിദ്അത്തിൻ ഖാരിജത്തിൻ മിനൽ മില്ലത്തി ളലാല, അങ്ങനെ അതിനെ തഅ്വീൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തായിട്ട് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ വിടും. ഓരോ റമളാൻ വരുമ്പോഴും റബീഉൽ അവ്വൽ വരുമ്പോഴും ബിദ്അത്തിനെ പണ്ഡിതന്മാർ നേരിട്ടിട്ടുണ്ട്. അഖീദയിൽ വരുന്ന വിഷയങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം ഷാഫിഈ തങ്ങളുടെ കാലത്ത് ഹഫ്സുൽ ഫർദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഹഫ്സുൽ ഫർദ്, ആൾ ബിദ്അത്തിന്റെ നേതാവാണ്. വിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ് എന്ന വാദം ഈജിപ്തിൽ പറഞ്ഞിരുന്ന ആളാണ് ഈ ഹഫ്സുൽ ഫർദ്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ആ മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു, ദമുക ഫീ ഉനുഖി വഖത്ലുക ഹില്ലുൻ, നിന്നെ കൊല്ലൽ പോലും എനിക്ക് ഹലാലാണ് എന്ന് വരെ ഇമാം ഷാഫിഈ തങ്ങൾ ഫത്വ കൊടുത്തിട്ട് അത്രക്കും മുറവ്വിജുൻ ലിൽ ബിദ്അ, ബിദ്അത്തിനെ പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നു ഹഫ്സുൽ ഫർദ്. ഇബ്നു അലിയ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. കുറെ ആളുകൾ മുജസ്സിമത്തിന്റെ വാദക്കാരുണ്ട്. അല്ലാഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവ, പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ഇസ്തൗല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മുഫസ്സിരീങ്ങളൊക്കെ പറയും ഇസ്തവ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചെയറിലിരുന്നു, കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിനെ കുറിച്ച് അർശിന്റെ മേലിരുന്നു എന്ന് പറയാൻ പാടില്ല. പിന്നെയോ അള്ളാഹു അധികാരസ്ഥനാണ്, അള്ളാഹു അധികാരമുള്ളവനാണ്. അധികാരം സൂചിപ്പിക്കുന്ന വാക്കാണത്. മനുഷ്യരെ പോലെ, ഒരു സൃഷ്ടിയെ പോലെ ഇരുന്നു എന്നോ, കസേരയിലിരിക്കുന്ന രാജാവിനെ പോലെ അല്ല ഇരുന്നു എന്നോ പറയാൻ പാടില്ല. ചിലർ പറയും അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിക്കണമെന്ന്. മുജസ്സിമത്തിന്റെ വാദങ്ങൾ, ജഹ്മിയ വാദങ്ങൾ, ഇങ്ങനെ ഒരുപാട് മുഅ്തസിലി വാദങ്ങൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു നേതാവായിരുന്നു ഇബ്നു അലിയ. ഇബ്നു അലിയെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഉഖാലിഫു ഇസ്മാഈൽ ഇബ്നു അലിയ ഫീ കുല്ലി ഷൈ ഹത്താ ഫീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്മാഈൽ ഇബ്നു അലിയ പറയുന്ന, അദ്ദേഹം മുഴുവൻ പേര് ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അലിയ, ഇബ്നു അലിയ ചുരുക്കപ്പേരിൽ, ആ മനുഷ്യനോട് മുഴുവൻ ഞാൻ വിയോജിക്കുകയാണ്. അയാൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ പറഞ്ഞു, പടച്ചോനെ കൈഫ തുഖാലിഫു ഫീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷാഫിഈ ഇമാം തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലും നിങ്ങൾ അദ്ദേഹത്തിനെതിരാണെന്നോ? അതെങ്ങനെ പറയാൻ? പറഞ്ഞു, ഫഇന്നല്ലാഹ അല്ലദീ ഊമിനു ബിഹി വഅബ്ദുഹു, ഞാൻ ആരാധിക്കുന്ന എൻ്റെ റബ്ബ് ഹുവല്ലദീ കല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസ നബിയോട് സംസാരിച്ചവനാണ് എൻ്റെ റബ്ബ്. പക്ഷേ ഇബ്നു അലി അത് വിശ്വസിക്കുന്നില്ല. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിട്ടുണ്ട് അല്ലാഹു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. വഹുവല്ലദീ ഇസ്തവാ അലാ അർശിഹി ബാഇനും മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഉപമിക്കാൻ കഴിയാത്ത വിധം അല്ലാഹുവിന്റെ അർശിൽ ഇസ്തിവാ ഉള്ളവനാണ് അല്ലാഹു. പക്ഷേ സൃഷ്ടികളെ പോലെയല്ല. വല്ലാഹു അല്ലദീ യഅബ്ദുഹു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അലിയ, ആ മനുഷ്യൻ ആരാധിക്കുന്ന അല്ലാഹു ലം യുകല്ലിം മൂസ നബിയോട് സംസാരിച്ചില്ല എന്നാ പറയാ. വലം യത്തഖദ് ഇബ്രാഹിമ ഖലീല വലം യസ്തവി അലൽ അർശ്, ഇതൊന്നും അംഗീകരിക്കാതെ അന്നത്തെ ബിദ്അത്തുകൾ അങ്ങനെയായിരുന്നു. ഇമാം ഷാഫിഈ തങ്ങളുടെ ഈ പ്രഖ്യാപനത്തിലൂടെയാണ് വലിയൊരളവോളം ആളുകൾ ബിദ്അത്തിൽ നിന്ന് അഹ്ലുസുന്നയുടെ ആ ഒരു പന്ഥാവിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ധർമ്മം ധർമ്മമായും നന്മയെ നന്മയായും
നമ്മുടെ അഖീദയെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ പ്രമാണങ്ങളെ, അതിൻ്റെ സത്തകൾ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുകയും എന്നാൽ ഗുലുവ് ഇല്ലാതിരിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യതയാണ്. നഹ്നു ഉമ്മത്തുൻ വസതിയ്യ ഗുലുവ് വലൻ യുഷാദ്ദീന അഹദുൻ ഇല്ലാ ഗലബ. ഓവർ സ്പിരിറ്റ് കൂടിയാൽ ദീൻ അവരെ കവച്ച് കടക്കുമെന്നും അതുകൊണ്ട് പരാജയം സംഭവിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ പഠിച്ചിറങ്ങുന്ന ആളുകൾ, മുതഅല്ലിമീങ്ങൾ, ഇവിടെ ഇരിക്കുന്ന റഈസികളായി ബിരുദം നേടിയിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിത ശിരോമണികൾ